അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ഫിഖ്ഹിന്റെ 3-ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ശുദ്ധിയാവൽ എന്നാണ് ഇതിന്റെ ഹെഡിങ്. ഈ 3-ാമത്തെ പാഠം പഠിക്കുന്നതുകൊണ്ട് ചില ഉദ്ദേശങ്ങൾ ഉണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ഒന്നാമത്തെ ഉദ്ദേശം? നിസ്കാരത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും ഷർത്തുകൾ വിശദമായി പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്നിവ തിരിച്ചറിയുക. 3-ാമത്തത്, നജസ്സുകൾ ഏതെല്ലാമെന്നും അതിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് എങ്ങനെയെന്നും മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2-ാമത്തെ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ. ആ 5 ഷർത്തിൽ നിന്ന് 1-ാമത്തെയും 2-ാമത്തെയും ഷർത്തുകളാണ് ഈ പാഠത്തിൽ വിശദമായി പഠിക്കുന്നത്. നാം നജസ്സിൽ നിന്നും അഴുക്കിൽ നിന്നൊക്കെ ശുദ്ധിയാകേണ്ടതുണ്ട്. നാം ഒരു കല്യാണത്തിന് പോകുമ്പോൾ, അതല്ലെങ്കിൽ മദ്രസയിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ മറ്റു നല്ല കാര്യത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു പോകും. അതെന്തിനാണ്? ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭക്തിയോടെ ചെയ്യുന്ന ഇബാദത്താണ്. അപ്പോൾ അള്ളാഹുവിന് നമ്മെ ഇഷ്ടപ്പെടാൻ അഴുക്കുകൾ ഇല്ലാതെ ശുദ്ധിയോടെയും വൃത്തിയോടെയും നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യം കുട്ടികളെ ബോധ്യപ്പെടുത്താം. ഇനി നമുക്കൊന്ന് വായിക്കാം. നിസ്കാരത്തിന് വേണ്ടി നാം ശുദ്ധിയാവണം. ശുദ്ധി 2 തരത്തിലുണ്ട്. ഒന്ന്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, അഥവാ ചെറുതും വലുതുമായ ശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഉളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ ശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ ചെയ്യണം. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ ശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. 2-ാമത്തെ ഷർത്ത് എന്താ? നജസ്സിൽ നിന്ന് ശുദ്ധിയാവൽ. നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. അപ്പൊ ഏതൊക്കെയാണ് നജസ്സുകൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നജസ്സുകൾ? മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരിദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസ്സുകളാണ്. എന്നാൽ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസ്സല്ല. ഈ നജസ്സുകളായാൽ എങ്ങനെ ശുദ്ധിയാക്കേണ്ടത്? അതാണ് അടുത്ത് പറയുന്നത്. ശുദ്ധിയാക്കേണ്ട വിധം: നജസ്സുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. എന്നാൽ നായ, പന്നി എന്നിവ കൊണ്ട് നജസ്സായാൽ 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കി വെള്ളം കൊണ്ടായിരിക്കണം. അത്രയും കഠോരമാണ് ഏത്? നായ, പന്നി നജസ്സായത്, നായ, പന്നി കൊണ്ട് നജസ്സായത്. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. 1-ാമത്തത് പൂർത്തിയാക്കാം. അതിലൊന്ന്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ എടുക്കുക. 2, വലിയ അശുദ്ധി ശുദ്ധിയാവാൻ കുളിക്കുക. 3, നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. 4, നജസ്സുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. ഇനി 2-ാമത്തെ പ്രവർത്തനത ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. 1, നായ നമ്മെ സ്പർശിക്കുന്ന ശ്രദ്ധിക്കണം. കാരണമെന്ത്? അത് കഠോരമായതുകൊണ്ട്. 2-ാമത്തത്, നമ്മുടെ വസ്ത്രത്തിൽ മൂത്രമായാൽ അതെങ്ങനെ വൃത്തിയാക്കണം? നജസ്സുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നവരെ കഴുകണം. 3-ാമത്തത്, ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസ്സിൽ ഉൾപ്പെടുമോ? ഉൾപ്പെടുന്നതാണ്. 3-ാമത്തെ പ്രവർത്തനം എന്താ? നജസ്സുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തും. ഇതിൽ ശരിയുള്ളത് രക്തം, മൂത്രം, ചലം, ഈ 3 മാത്രമാണ് നജസ്സുള്ളത്. കഫം, ചത്ത മത്സ്യം, കണ്ണുനീര്, ഈ 3 എന്തല്ല? നജസ്സല്ല. അല്ലാഹു തആല ശുദ്ധിയുള്ള വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.